ബഹുമാനികളെ, പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മൾ പരിശുദ്ധമായ പള്ളിയിൽ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും മറ്റു ജനങ്ങളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ആവശ്യമായ മഴ സയ്യിബുൻ നാഫിഅ എന്ന് പറഞ്ഞ നിലക്ക് അള്ളാഹു തആല നമുക്ക് ധാരാളം നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വന്ന വിഷയത്തിൽ അജലത്ത് പാടില്ല. ഒരു വിഷയത്തിൽ തിരക്ക് കൂട്ടുക, ഒരല്പം സാവകാശം ചെയ്യേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ തിരക്ക് കൂട്ടുക, അതാണ് അജലത്ത് എന്ന് പറയുന്നത്. അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, പൈശാചികമാണ്. 5 കാര്യങ്ങളിൽ ഒഴികെ എന്ന് മഹാന്മാർ പറഞ്ഞത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. 5 കാര്യങ്ങളിൽ വേഗത കാണിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. 1 ഇത്ആമുൽ ലൈഫ്, അതിഥിക്ക് വേഗം ഭക്ഷണം കൊടുക്കുക എന്നതാണ്. മറ്റൊന്ന് തജ്ഹീസുൽ മയ്യിത്ത്, മയ്യിത്ത് പരിപാലനം, അത് വേഗം നിർവഹിച്ചുകൊണ്ട് മയ്യിത്തിനെ അതിൻ്റെ ഖബറിലേക്ക് വെച്ചു കൊടുക്കുക, ദഫൻ ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് തസ്വീജുൽ ബിക്ർ, പൂവത്ത ഭർത്താവിനെ കിട്ടിയാൽ വിവാഹിതയല്ലാത്ത പെണ്ണിന് പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോഴേക്ക് ഇശാ ബാങ്കിൻ്റെ സമയമായതുകൊണ്ട് അവിടെ നിർത്തുകയും ബാക്കി അടുത്ത ആഴ്ച പറയാമെന്നും നാം വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേ 2 കാര്യം കൂടി പറയാം. 3 കഴിഞ്ഞല്ലേ, ഇപ്പം 5-ൽ 2 ബാക്കിയുള്ളൂ. അതെന്താണ് മറ്റ് 2 കാര്യങ്ങൾ? ഖളാഉദ്ദൈൻ, കടം വീട്ടുക. അവധി എത്തിക്കഴിഞ്ഞാൽ കടം വീട്ടുക. അവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞ അവധിക്ക് മുമ്പ് തന്നെ ആ കടം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കടം തന്ന ആൾക്ക് ആ അവധി പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ അത് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ട്, പ്രസക്തമായ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കുക. കടത്തിൻ്റെ അവധി എത്തിയാൽ പിന്നെ അല്പവും താമസിപ്പിക്കാൻ പാടില്ല. കഴിവുള്ളതോടുകൂടി നാം വാങ്ങിവെച്ച കടം തിരിച്ചു കൊടുക്കുന്നതിൽ താമസം വരുത്തുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അതിൻ്റെ പേര് ദുൽമ് എന്നാണ്. മത്വലുൽ ഗനി ദുൽമുൻ. കഴിവുള്ളയാള് തരാം എന്ന് പറഞ്ഞ് സൗകര്യമുള്ളതോടുകൂടെ കടം തിരിച്ചു കൊടുക്കുന്നതിനെ പിന്തിക്കുന്നത് അക്രമമാണ് എന്ന് സയ്യിദുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മൊത്തത്തിൽ ലോകത്ത് അക്രമം, ദുൽമ് വർദ്ധിച്ച് വരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ ആ ദുൽമിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയുകയും ജുമുഅ നിസ്കാരത്തിൻ്റെ ശേഷം വിനീത ഞാൻ തന്നെ അതിൻ്റെ തർജ്ജമ മലയാളത്തിൽ ആ വിഷയം ഇവിടെ പറയുകയും ചെയ്തിരുന്നു. അക്രമം എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. അള്ളാഹു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുള്ളതാണ്.
വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, ലോകത്തുള്ള ജനങ്ങൾക്ക് ആർക്കും തന്നെ അള്ളാഹു ദുൽമ് ഉദ്ദേശിക്കുന്നില്ല. വലാ യളിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളെയും ദുൽമ് ചെയ്യുകയില്ല. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറ, ഒരു അണു അളവ് ദുൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. യാ ഇബാദി ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ വലാ തളാലമു, എൻ്റെ അടിമകളെ, എൻ്റെ നഫ്സിൻ്റെ മേൽ ഞാൻ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അങ്ങനെ ഒന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമൻ, നിങ്ങൾക്കിടയിലും ഞാൻ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഫലാ തളാലമു, നിങ്ങൾ ആരും ആരെയും ആക്രമിക്കരുതേ, ദുൽമ് ഉണ്ടാകരുതേ. ഇന്ന് ലോകത്ത് എല്ലാ മേഖലകളിലും ദുൽമ് വർദ്ധിച്ചു വരികയാണ്. അതിൽപ്പെട്ടതാണ് പല ആളുകളിൽ നിന്നും നല്ല ചക്കരവാക്ക് പറഞ്ഞുകൊണ്ട് ക്യാഷ് കടം വാങ്ങിയിട്ട് അതിൻ്റെ അവധിയെത്തുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് കടം കൊടുത്ത വ്യക്തിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത്. ഒരാൾക്ക് വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാൻ തൽക്കാലം പ്രയാസം നേരിട്ടേക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഉദ്റും അദ്ദേഹത്തിൻ്റെ പ്രയാസവും നേരാണെങ്കിൽ കടം കൊടുത്ത വ്യക്തി തീർച്ചയായും അയാൾക്ക് അല്പം താമസം കൊടുക്കണം. വൈൻകാനദു ഉസ്റത്തിൻ വനദിറത്തുൻ ഇലാ മൈസറ, എല്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കടം വാങ്ങിയ വ്യക്തി ഞെരുക്കമുള്ള ആളാണെങ്കിൽ, തൽക്കാലം അവധിക്ക് കടം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ ഫനദിറത്തുൻ ഇലാ മൈസറ, അദ്ദേഹത്തിന് അത് കൊടുക്കാൻ കഴിവുണ്ടാകുന്നത് വരെ നിങ്ങൾ അദ്ദേഹത്തിന് താമസം കൊടുക്കണം, സാവകാശം കൊടുക്കണം. അത് നിർബന്ധമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. കടം വാങ്ങിയ ആള്, ഉറങ്ങല്ലാരും, കടം വാങ്ങിയ ആള് അഡ്രസ് ഇല്ലാതെ മുങ്ങാൻ പാടില്ല. എന്താ ഇപ്പൊ സംഭവിക്കുക? എനിക്ക് തൽക്കാലം ഞാൻ കൃത്യമായി തരാൻ കരുതിയതായിരുന്നു, പക്ഷേ എനിക്ക് സാധിച്ചില്ല, നിങ്ങൾ കുറച്ച് ദിവസം കൂടി അവധി തരണം എന്ന് വ്യക്തമായി പറഞ്ഞാൽ എന്താ വരിക? ഒന്നും സംഭവിക്കാനില്ല. അങ്ങനെ പറയണം. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അബൂബക്കറെ ഒരു 10,000 രൂപ കടം വേണം, അങ്ങനെ അദ്ദേഹം കടം കൊടുത്തു, അവധി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ കടം മുഅജ്ജലാണ്. കടം കൊടുത്ത വ്യക്തിക്ക് അത് എപ്പോഴും തിരിച്ചു ചോദിക്കാം. രാവിലെ കൊടുത്ത കടമാണെങ്കിൽ വൈകുന്നേരം വേണേൽ തിരിച്ചു ചോദിക്കാം. അങ്ങനെ ചോദിക്കൂല, ചോദിക്കാം. മുഅജ്ജൽ, അവധി വെക്കപ്പെട്ട കടമാണെങ്കിൽ അവധി എത്തുന്നതിൻ്റെ മുമ്പ് ഒരിക്കലും അത് ഊക്കോടെ ചോദിക്കാൻ അവകാശമില്ല. ഇല്ല അസർഫെ, നമ്മൾ അന്ന് പറഞ്ഞ് സെപ്റ്റംബറിൽ തരൂന്നേനു, എന്തോ ഉണ്ടേനോ, ഉണ്ടെങ്കിൽ തന്നെ ആ ഉണ്ട്, കുഴപ്പമില്ല. അവധി വെച്ചുകൊണ്ട് വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത കടം അവധി എത്തുന്നതിൻ്റെ മുമ്പ് ചോദിക്കാൻ പാടില്ല. അവധി പറയാത്ത കടം അതേത് സമയത്തും കടം കൊടുത്ത വ്യക്തിക്ക് തിരിച്ചു ചോദിക്കാൻ അവകാശമുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഏത് വിഷയത്തിലും നമ്മൾ സത്യസന്ധത പുലർത്തണം. കടം വാങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത പേടി വേണം, അത് തിരിച്ചു കൊടുക്കുന്നത് വരെ വല്ലാത്ത പേടി വേണം. ഇന്ന് ചിലർക്ക് ആ വിഷയത്തിൽ യാതൊരു ഭയവുമില്ല. കാരണം പിന്നെ കടം വാങ്ങിയതിനും കൊടുത്തതിനും പ്രൂഫൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പം നടപടിയൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല. പാവം അയാളുടെ ക്യാഷ് നഷ്ടപ്പെട്ടത് തന്നെ.
കൊടുത്തയാൾക്ക് വാങ്ങിയ ആൾക്ക് യാതൊരു നിലക്കുള്ള ഊസലും ഇല്ല. അദ്ദേഹം എന്നാ പിന്നെ ഊക്കണ്ടേ വാങ്ങിക്കോ എന്ന നിലക്കുള്ള സമീപനം, കടം വാങ്ങുന്ന സമയത്ത് നല്ല വാക്കുകൾ പറയുകയും തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഗൗരവത്തിൽ പെരുമാറുകയും ചെയ്യുന്ന വളരെ മോശമായ സ്വഭാവം പലരിലും ഇന്ന് ഉണ്ട്. പരമാവധി നമ്മൾ കടം ഇല്ലാതെ ഒപ്പിക്കുകയാണ് വേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടം ഇല്ലാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. അതേ സമയത്ത് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടം വാങ്ങേണ്ടി വന്നാൽ അതൊരു വലിയ ന്യൂനതയൊന്നുമല്ല. കാരണം കടം കൊടുക്കലും കടം വാങ്ങലും അതിനു വേണ്ടി പണയം സ്വീകരിക്കലും റഹ്ന്, അതെല്ലാം പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടം വാങ്ങിയിട്ട് അതും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണല്ലോ. കടം വാങ്ങിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഒരു വലിയ തെറ്റല്ല. പക്ഷേ കടം ലാഘവത്തോടെ കാണുന്നത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദിന്, രക്തസാക്ഷിക്ക് എല്ലാം പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചോദിച്ച ആളിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലദ്ദൈൻ, കടം ഒഴിച്ച്. അങ്ങനെ ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പ്രത്യേകം അറിയിപ്പ് തന്നിരിക്കുകയാണ്. കടം ഒരിക്കലും തന്നെ അത് പൊറുക്കപ്പെടുന്നതല്ല, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ കടം വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുൽത്തർ അല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കടം വാങ്ങിയിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും, ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. മുൽത്തർ എന്നാണ് പറയുക. അങ്ങനത്തെ അല്ലാത്ത വ്യക്തികൾ താൻ വാങ്ങുന്ന കടം തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പ്, അതിൻ്റെ സ്രോതസ് ലാഹിറായ എന്തെങ്കിലും സബബ്, ആകാശത്ത് നിന്ന് ഉരുണ്ട് വീണുകൊണ്ടെന്ന് വിചാരിക്കാനല്ല. അള്ളാഹുവിന് അങ്ങനെയൊക്കെ തരാൻ പറ്റും. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് സ്വർണത്തിന്റെ വെട്ടുകളിൽ വന്ന് വീണ് ചേട്ടൊക്കെ ബുഖാരി തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ പലതും മണ്ണും സൽവയൊക്കെ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കാം, അള്ളാഹുവിന് കഴിവുണ്ട്. പക്ഷെ അതൊന്നും എന്താവില്ല. കടം വാങ്ങുന്ന നമുക്ക് കടം വാങ്ങൽ അനുവദനീയമാകാൻ അതൊന്നും നമുക്ക് അവലംബിക്കാൻ പറ്റില്ല. ലാഹിറായ എന്തെങ്കിലും സബബ്, ഉദാഹരണത്തിന് എന്താണ്, കുറച്ച് തേങ്ങ, ഒരു 1,000-2,000 തേങ്ങ ഉണ്ട്, അത് ഏകദേശം വെള്ളം വറ്റുവാനായിട്ടുണ്ട്, മോടെ ആവാനായിക്ക്. അപ്പോൾ ഒരു 25,000 റുപ്യ നമ്മൾ കടം വാങ്ങി. തേങ്ങ ഒരിച്ചിട്ട് അങ്ങ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, അങ്ങനെ വാങ്ങാം. അല്ലെങ്കിൽ കുറേ പൈസ കിട്ടാനുണ്ട്, പയറ്റുന്ന പരിപാടിയുണ്ടോ, അങ്ങനെ പയറ്റ് വെച്ചിട്ട് അങ്ങ് കൊടുക്കാം. അങ്ങനെ ഒരു ലാഹിറായ പ്രത്യക്ഷമായ ഭാഗത്തിലൂടെ ഈ വാങ്ങുന്ന കടത്തിന്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പ് കാണാതെ മുൽത്തർ അല്ലാത്ത ആള് കടം വാങ്ങാൻ പാടില്ല എന്നാണ്. സത്യസന്ധമായി കുടുങ്ങിയൊരു വ്യക്തിക്ക് കടം കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിന് ധാരാളം ഹദീസുകളിൽ പ്രേരണ നൽകിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ 1000 രൂപ കടം കൊടുത്താൽ 500 രൂപ വെറുതെ അദ്ദേഹത്തിന് സ്വതക്ക ചെയ്തതുപോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധമായി ധാരാളം ഹദീസുകളുണ്ട്. ഞാനിത് സാന്ദർഭികമായി പറഞ്ഞാണ്, കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇന്ന് ഒരു സ്വഭാവം ചിലർക്കുണ്ട്. ഒളിഞ്ഞോ തെളിഞ്ഞോ കൊടുക്കുന്ന കടത്തിന് വല്ല ആദായവും വസൂലാക്കുക എന്നത്. അത് പലിശയാണ്. പേരെന്ത് വിളിച്ചാൽ തിരക്കില്ല. ഈ കടം കൊടുത്തതിൻ്റെ പേരിൽ തനിക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ഒരു ഉപകാരം, ഒരു ബെനിഫിറ്റ്, കടത്തിൻ്റെ പേര് കടം കൊടുത്തിട്ട്, അല്ലാതെ ഇപ്പം പല ലാഭം ഉണ്ടാക്കുന്ന പല പരിപാടികൾ, ഹലാലായ പരിപാടികളൊക്കെ ചെയ്യാം. അല്ല ഹിക്മത്ത് ചെയ്യുമാണോ എന്ന് കുഴപ്പമൊന്നുമില്ല. പൈസ ഉണ്ടാക്കുന്നതിനൊന്നും ഇസ്ലാം ഒരിക്കലും എതിരല്ല. പക്ഷേ സമ്പാദന മാർഗം അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാകണം, ശറഅ് പൊരുത്തപ്പെടുന്നതാകണം. അത് വ്യയം ചെയ്യുന്നതും എന്തായിരിക്കണം, അള്ളാഹു തആലക്ക് തൃപ്തിയുള്ള മാർഗത്തിലായിരിക്കണം.
പൈസക്കാരനാണെന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് കടം കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു ആദായം കൈപ്പറ്റുക, വസൂലാക്കുക, നേടിയെടുക്കുക എന്ന് പറയുന്നത് അത് പലിശയുടെ ഇനത്തിൽപ്പെടും. കടം കൊടുത്താൽ അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടുക എന്നതല്ലാതെ വേറെ യാതൊന്നും നമ്മൾ ലക്ഷ്യമാക്കാൻ പാടില്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അഞ്ചാമത്തെ കാര്യം എന്താണ്? ചെയ്തു പോയ തെറ്റിൽ നിന്ന് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. അതിന് കാത്തു നിൽക്കുന്ന പരിപാടിയില്ല. ഒരു തെറ്റ് ചെയ്തു പോയാൽ വൻകുറ്റമാണെങ്കിൽ തീർച്ചയായും അവൻ ഉടനെ തൗബ ചെയ്യണം. വൻകുറ്റം ചെയ്തിട്ട് എന്തായില്ല, തൗബ ചെയ്തില്ല എങ്കിൽ അവൻ ഫാസിഖാണ്. അവൻ്റെ പേര് ഫാസിഖ് എന്നാണ്. പ്രബലമായ അഭിപ്രായ പ്രകാരം അവന് പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. അതിൽപ്പെട്ടതാണ് അവൻ്റെ സ്വന്തം മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച് ബിന്ദി എന്ന് പറഞ്ഞ് തൻ്റെ മകളെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അധികാരം പോലും പ്രബലമായ അഭിപ്രായ പ്രകാരം ഇല്ല. പറയുന്നതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫാസിഖായി പോകും. ചെറുദോഷം ചെയ്താലും എന്ത് ചെയ്യണം? തെറ്റ് ചെയ്തു പോയാൽ വേഗം തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മനസ്സിൽ ഖേദിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഖേദമാണ് തൗബ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വേഗം നമ്മൾ തൗബ ചെയ്തേക്കണം തെറ്റുകൾ ചെയ്തു പോയാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരാണ് ഫാസിഖ്? ഒന്ന്, വൻദോഷം ചെയ്തിട്ട് തൗബ ചെയ്യാത്ത ആൾ. സിന, അതുപോലെ പലിശ വാങ്ങുക, അതുപോലെയുള്ള ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ശല്യം ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, വൻകുറ്റങ്ങൾ. ആ വൻകുറ്റം ചെയ്തിട്ട് തൗബ ചെയ്യാത്ത ആൾ ഫാസിഖാണ്. പിന്നെ ചെറുദോഷങ്ങൾ നിലകൃതിയായി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ത്വാഅത്തുകൾ അതിനെ മറികടക്കാത്ത നിലക്ക് എന്ന് പറഞ്ഞാൽ ധാരാളം ചെറിയ ദോഷങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ മറികടക്കാൻ മാത്രമുള്ള ത്വാഅത്ത് അവനിൽ നിന്നുണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ആളും ആരാണ്? ഫാസിഖാണ്. അപ്പൊ 5 കാര്യങ്ങൾ, വേഗം ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാത്ത സ്ഥലത്തൊക്കെ അജലത്ത് ശൈത്വാനിൽ നിന്നുള്ളതാണെന്ന് മഹാന്മാര് പറയുന്നു. ഹദീസുകളിൽ നിന്ന് അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ എവിടെയും എന്ത് ചെയ്യരുത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അജലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് അവിടെ കാത്തു നിൽക്കണമായിരുന്നു. അത് കാത്തു നിൽക്കാതെ ചെയ്യുക എന്നതാണ് അജലത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നേരത്തെ പറഞ്ഞ വിഷയം തന്നെ അതിലേക്ക് തന്നെ പോവാം. സദ്യക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ വന്ന ആൾക്ക് ഉള്ള ചില മര്യാദകൾ ഇടയിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അമ്മൽ ഹുദൂറു ഫഅദബുഹു അൻ യദ്ഖുല ദാറ വലാ യതസദ്ദറ വയഖുദ അഹ്സനൽ അമാകിനി ബൽ യതവാളഉ. ഒരാള് നമ്മൾ ക്ഷണിച്ചിട്ട് അയാളെ വീട്ടിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഏറ്റവും നല്ല സ്ഥലം, ചിലപ്പോൾ ആ വീട്ടുകാരൻ ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാകും. അതിന് തക്രീമത്ത് എന്നാണ് പറയാ. വീട്ടിലുള്ള സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു സീറ്റ്, ആ സീറ്റിൽ പോയി നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മൾ സ്വയം പോയി അവിടെ ഇരിക്കരുത്. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി തവാളുഅ്, താഴ്മ കാണിക്കുകയാണ് വേണ്ടത്. തക്രീമത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ആ വീട്ടിലെ ഗ്രഹനാഥനൊക്കെ ഇരിക്കുന്ന പ്രത്യേകമായ സീറ്റ്. അതേസമയത്ത് നമ്മൾ ചെയ്യേണ്ടതോ, നമ്മളെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട, ബഹുമാനിക്കേണ്ട ആളാണ് വന്നത് എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ആളുകൾ, അതുപോലെ ആലിമീങ്ങൾ,
അതുപോലെ സയ്യിദുമാർ, അതുപോലെ നമ്മൾ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ആളുകളാണ് വന്നതെങ്കിൽ നമ്മൾ അവരെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങൾ ആടെയൊന്നും ഇരിക്കരുത്, ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പ്രധാനപ്പെട്ട സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് നമ്മുടെ മര്യാദ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ കടവത്തൂരിലെ നരിമുക്ക് അഹമ്മദ് ഹാജിക്ക, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. നല്ലൊരു മനുഷ്യനായിരുന്നു, സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഒരു വലിയ മനുഷ്യനായിരുന്നു അഹമ്മദ് ഹാജിക്ക. ആലിമീങ്ങളോടൊക്കെ വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു മഹാനവറുകൾക്ക്. അദ്ദേഹമായിട്ടുള്ള ആ ബന്ധവും അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിലുള്ള ലാളിത്യവും നമ്മളൊക്കെ ചെല്ലുന്നതിൽ അദ്ദേഹത്തിനുള്ള താല്പര്യവും മനസ്സിൻ്റെ ഉള്ളിലുള്ള അങ്ങേയറ്റം അടിത്തട്ടിലുള്ള താല്പര്യവും മനസ്സിലാക്കി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട്. മരിക്കുന്നതിൻ്റെ കുറച്ചു മുമ്പ് കുറച്ച് രോഗങ്ങളൊക്കെ ആയി കിടന്നു, അദ്ദേഹം മരണപ്പെട്ടതാണ്. അങ്ങനെ പോയാൽ എനിക്ക് ചിലപ്പോൾ ലജ്ജ തോന്നും. നമ്മൾ പ്രായം കുറഞ്ഞ ഒരാളാണ്, ആലിമെന്നും നമ്മളെ പറ്റി പറയാൻ പറ്റില്ല, വെള്ളക്കുപ്പായിട്ട് എന്നല്ലാതെ. നമ്മൾ ചെന്നാലും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന് നമ്മൾ സ്റ്റെപ്പ് ചവിട്ടുമ്പോഴേക്കും മൂപ്പർ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കൈ പിടിച്ച് കൂട്ടി കൊണ്ടുപോയിട്ട് മൂപ്പര ഇരിക്കുന്ന ആ സീറ്റിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് നല്ല സ്വഭാവമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്, അതായത് ആതിഥേയൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വന്ന അതിഥി താഴ്മ കാണിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് മാറേണ്ടത്. അങ്ങനെ ചില സംഗതികളുണ്ട്. ഇയ്യാകും വകറായിമ അംവാലിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ശരീഅത്ത് എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളും പരിഗണിക്കുന്ന, എല്ലാ ആളുകളെയും പരിഗണിക്കുന്ന, ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. ഇയ്യാകും വകറായിമ അംവാലിഹിം, അതായത് സക്കാത്തിന്റെ മുതല് വാങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലുള്ള ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തലവനാണല്ലോ നബി തങ്ങൾ. അതുകൊണ്ട് ഇമാം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് പിരിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞേക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഈ ഒട്ടകത്തിൻ്റെയും അതുപോലെ മാടുവർഗത്തിൻ്റെയും ആട്ടിൻ്റെയൊക്കെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് നിർദ്ദേശിക്കും, ഇയ്യാകും വകറായിമ അംവാലിഹിം, നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അവർ ആറ്റി പോറ്റി തീറ്റി വളർത്തുന്ന, വല്ലാതെ വീര്യപ്പെട്ട് പോറ്റുന്ന മൃഗങ്ങളെ നിങ്ങൾ സക്കാത്തിന് സെലക്ട് ചെയ്ത് പിടിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, വല്ലാതെ. ഇപ്പോ 5 ഒട്ടകത്തിന് ഒരാളെ 25 ഒട്ടകമുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യും, പിന്നെ ഒരൊട്ടകത്തെ കൊടുക്കുമ്പോൾ ആ ഒട്ടകം അവിടെ സക്കാത്തിന്റെ ആ പ്രായമുള്ള കുറേ ഒട്ടകങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഉടമസ്ഥൻ വളരെ വീര്യപ്പെട്ട് പോറ്റി വളർത്തുന്ന ഒന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ കരീമത്തെ ഖറായിം എന്ന് പറഞ്ഞു, അതന്നെ എന്ത് ചെയ്യുക, സക്കാത്തിന് വേണ്ടി പിടിച്ചിട്ട് ആ മുതലാളിയുടെ ആ ഉടമസ്ഥന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വകറായിമ അംവാലിഹിം, എന്തൊക്കെയാണ് പരിഗണിക്കുന്നത്, എവിടെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം പോകുന്നത്, ഒരാളെയും വേദനിപ്പിച്ചു പോകരുത്. ഇയ്യാകും വകറായിമ അംവാലിഹിം. അതുപോലെ നമ്മൾ വേഗം കയറി ചെന്ന് ഒരു വീട്ടില് ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഇരിക്കുന്ന പ്രത്യേകമായ സീറ്റിൽ നമ്മൾ പോയിരിക്കാൻ പാടില്ല. അതേ സമയത്ത് അദ്ദേഹം നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുകയാണ് വേണ്ടത്. വലാ യുതവ്വിലുൽ ഇന്തിളാറ അലൈഹിം, അതായത് അതിഥി ചെല്ലാനൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചെല്ലാതെ വല്ലാതെ കാത്ത് അവരെ വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. വലാ യുതവ്വിൽ ഇന്തിളാറ അലൈഹിം. ഇത് നമ്മൾ പലപ്പോഴും നമ്മളെ നാടുകളിൽ നടക്കുന്ന വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അത് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഈ ഗർഭം, അതുപോലെ തന്നെ പ്രസവക്കുട്ടല്, അതുപോലെ പെറ്റണീക്കൽ തുടങ്ങിയ പരിപാടികളിലാണ്. അതുപോലെ മംഗലം കഴിഞ്ഞ് ഉള്ള സൽക്കാരം,
ഒരു മറുവ് എന്ന പോലെയാണ്, പ്രസവിച്ചിട്ട് മറുവ് എന്ന പോലെ, മംഗലം കഴിഞ്ഞാൽ തക്കാൻ കഴിയാന്ന് പറയുന്നത്. അതാ സംഗതിയാണ്. ഒരു ചെറിയൊരു മംഗലം തന്നെ. ആ സൽക്കാരത്തിനും അതുപോലെ പ്രസവക്കൂട്ടലിനും പെട്ടണീക്കലിനൊക്കെ പോകുന്നത് വല്ലാതെ വൈകുക, വല്ലാതെ ലൈറ്റാകുക. 3 മണിക്കൊക്കെ കയറി ചെല്ലുക. എന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം തണിഞ്ഞു കൂടി അവിടെ ഉള്ള ആളുകളൊക്കെ ഇത്രയും വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും വല്ലാതെ വിശന്ന് ബുദ്ധിമുട്ടി. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൃത്യസമയത്ത് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതേ സമയത്ത് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് ശരിയാക്കുന്നതിന് മുമ്പ് അടുപ്പത്ത് വെച്ചിക്കേ ഉള്ളൂ, വെണ്ണാങ്ങ് തിളക്കുന്നേ ഉള്ളൂ, ഉള്ളി കൊണ്ട് ഇട്ടിക്കുള്ളൂ, അപ്പോഴത്തേക്കല്ല കാര്യം ചെന്നാലോ ആകും പറ്റുമല്ല. നേരത്തെ ആയി പോയത് വല്ലാതെ വേദാറായി പോകും. അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കല്യാണമൊക്കെ നിയന്ത്രിക്കുന്ന ആളുകൾ, പ്രിയാപ്പള്ളിയുടെ എത്ര ആള് വരുള്ളൂ? അതിൽ 75 ആളുണ്ടാവും അല്ലേ? അങ്ങനെ പറയും. ഒരു 75 ആള് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 ആള് വരെ അഡ്ജസ്റ്റ് ചെയ്യാം. 150 ആള് പോയാലോ പാടുണ്ടോ? അങ്ങനെ ചെല്ലുന്നത് പാടുണ്ടോ? ഒരിക്കലും ശരിയല്ലല്ലോ അത്. ഒരു എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 ആള്, ഇനി കൂടി വന്നാൽ 25 ആള്, ഒരു ചെറിയ ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. 75 ആള് പറഞ്ഞാലൊന്നും നമ്മൾ 100 ആളെ കണക്കാക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഒരു 110, ഇവിടെയും കുറച്ച് ആളുണ്ടാവുമല്ലോ, ഒരു 110 അതിന്റെ കടിയും മറ്റൊക്കെ സെറ്റാക്കാം. അല്ല അതിന്റെ കുടിക്കുന്ന വെള്ളമൊക്കെ. അതല്ലാതെ 150 സെറ്റാക്കുവോ? അപ്പൊ അത് വല്ല ബുദ്ധിമുട്ടല്ലേ? എന്ത് ചെയ്യും? പെട്ടെന്ന് അധ്യാപകരുടെ കൂടെ കുറെ ആള്, പറഞ്ഞതിന്റെ ഇരട്ടി ആളുകൾ വന്നു കയറിയാൽ ആ വീട്ടുകാരൻ എന്ത് ചെയ്യും? ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കലും മഹാനായ ബദർ സാദാത്ത് തങ്ങളവറുകൾ ഒരു കാരണവശാൽ ഒരു സംഗതിക്ക് ഇവിടെ അടുത്തൊരു ഭാഗത്ത് വരുമ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ അവിടെ പോകും, ഞങ്ങൾ ഇത്ര പേരുണ്ടാകും, കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു. അതാണ് ശരി, കൃത്യമായിട്ട്. അല്ലാതെ ഞാനൊക്കെ വരും, എത്ര ആളാന്നൊരു ഉറപ്പുമില്ല. ഇവനെ ആകെ കൂടുതൽ ഉണ്ടാക്കിയാൽ അതും ബുദ്ധിമുട്ട്, കുറഞ്ഞു പോയാൽ അതും ബുദ്ധിമുട്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്? ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ولا ينبغي أن يجلس في مقابلة باب الحجرة التي للنساء وسترهم. ഒരിക്കലും ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റേത് ആവശ്യത്തിനോ ഒരയിൽ പോയാൽ, അത് നമ്മൾ സദ്യക്ക് വേണ്ടി പോയാലും ശരി, അല്ലാതെയാലും ശരി, ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയതാണ്. അപ്പൊ എന്ത് ചെയ്യുക? നേരെ ഡോറിന്റെ നേരെ കാണുന്ന രൂപത്തിൽ ഇരിക്കാം. സ്ത്രീകള് ഉള്ളിൽ നിന്ന് പോകുന്നതും വരുന്നൊക്കെ ശരിക്കും കാണുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ നോക്കിയിരിക്കാം. കാണുന്ന രൂപത്തിൽ ഇരിക്കാൻ പാടില്ല എന്നായി പറഞ്ഞ്. നോക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്, അത് തെറ്റാണ്. ഞങ്ങളെ ആരും ഇങ്ങോട്ട് നോക്കരുതായിരുന്നു എന്ന് വിചാരിച്ച് മറയോടെ നിൽക്കുന്ന സ്ത്രീകൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക? കണ്ണ് തെറ്റിയോ നോക്കിയിട്ട് അങ്ങോട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഖിയാനത്താണ്, അത് വഞ്ചനയാണ്. ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതിക്കും. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമാനത്ത്, നിങ്ങളെ വിശ്വസിച്ച ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യരുത്. നിങ്ങൾ ആ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ പോയിരുന്ന് അവിടെ വേണ്ട കാര്യങ്ങൾ അവിടെയുള്ള ആണുങ്ങളുമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാന്നല്ലാതെ ഉള്ളിലേക്ക് നോക്കി സ്ത്രീകളെ നോക്കുകയില്ല. ആ വിഷയത്തിൽ നിങ്ങളെ അവർ വിശ്വസിക്കുകയാണ്. ആ വീട്ടുകാർ, ആ വീട്ടിലുള്ള സ്ത്രീകൾ നിങ്ങളെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം അങ്ങോട്ട് നോക്കിയാൽ അത് വിശ്വാസവഞ്ചനയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഒരു മര്യാദ പ്രത്യേകം പറയാണ്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ, പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ വന്നിട്ട് അവിടെ ആൾട്ടാകുന്ന അന്ന് രാത്രി അവിടെ തങ്ങുന്ന സാഹചര്യമാണെങ്കിൽ, പ്രത്യേകിച്ചും
فليعرفه صاحب المنزل عند الدخول القبلة وبيت الماء وموضع الوضوء. ആ വീട്ടുകാരൻ ആദ്യമായി ചെയ്യേണ്ടത് ഇവിടുത്തെ കിബില ഡയറക്ഷൻ ഏത് ഭാഗത്താണെന്ന് അറിയിച്ചു കൊടുക്കണം. അങ്ങനെ കിബില എങ്ങോട്ടാണ് എന്ന് അറിയിച്ചു കൊടുക്കണം. കിബില അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഏത് ഭാഗത്താണ് എന്നല്ലാണ്ട് നിസ്കരിക്കാൻ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെയല്ല അങ്ങോട്ട് തന്നെ ദൂരെ എവിടെയോ നിന്നിട്ട് അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവോ? കൃത്യമായി കിബില ഡയറക്ഷൻ. റൂമുകളിലൊക്കെ അങ്ങനെ പുറത്തുനിന്ന് ആള് വരാൻ സാധ്യതയുള്ള അവരെ താമസിപ്പിക്കുന്ന റൂമാണെങ്കിൽ കിബില ഡയറക്ഷൻ ഒരു ഏറോ മാർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ, ഇന്ത്യ വിട്ട് വേറെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ റൂം എടുത്ത് താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാറുണ്ട്. എവിടെയും ഒരടയാളം ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി റൂമിൽ കിബില ഡയറക്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കിബില അറിയിച്ചു കൊടുക്കണം. കിബിലയെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം അത് സംബന്ധമായി മസ്അലയും പഠിക്കണമല്ലോ, അതുകൊണ്ട് പറയാം. ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് കിബിലയുടെ നേരെ അതിൻ്റെ ആയിന് നേരെ പോയിട്ട് ആ കഅബയുടെ ചുമരിനെ തട്ടുന്ന വിധത്തിൽ നമ്മൾ കിബിലയിലേക്ക് തിരിയണം എന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. വേറെ മദ്ഹബുകളിൽ ചില ഇളവുകൾ, ജിഹത്ത്, അതിപ്പോൾ വിശദീകരിക്കല്ല, ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതി എന്നൊക്കെ ഉണ്ട്. നേരെ അടുത്ത് തന്നെയാണെങ്കിൽ കിബില ശരിക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കിബില ഉറപ്പിച്ചിട്ട് തന്നെ നിസ്കരിക്കണം. ഉദാഹരണത്തിന് കഅബത്തിന്റെ അടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ കഅബത്തിന്റെ കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരു മറയത്താണ് നമ്മളുള്ളത്. കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ കഅബം കാണും. അപ്പോൾ അവിടെ സുമാറ് വെച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല. നമ്മളവിടെ കിബില കണ്ടുകൊണ്ട് നിസ്കരിക്കണം. ദൂരെ നിന്ന് കിബിലയിലേക്ക് നിസ്കരിക്കും പോലെ അല്ല, കഅബത്തിന്റെ പരിസരത്ത് അതിൻ്റെ അടുത്തെത്തിയിട്ട് നിസ്കരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മസ്ജിദുൽ ഹറാമിൽ എല്ലാ ഭാഗങ്ങളിലും കഅബയെ കേന്ദ്ര ബിന്ദുവാക്കി വട്ടത്തിൽ വൃത്തം വരച്ചിരിക്കുകയാണ്. ആ വൃത്തത്തിൻ്റെ ആ ഇതുണ്ടല്ലോ, ആ വര, അതിനോട് മടമ്പ് ചേർത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കണം. എന്നാൽ തീർച്ചയായും അത് കിബിലയിലേക്ക്, കഅബ ശരീഫിലേക്ക് തന്നെ ആയിരിക്കും. അവിടെ നമ്മൾ ഒരല്പം തെറ്റിപ്പോയാൽ കഅബത്തിന്റെ അടുത്താണ് നമ്മളുള്ളത്. പക്ഷേ ആ വൃത്തത്തിന്റെ ആ വരയിൽ നിന്ന് അല്പം തെറ്റി നിന്ന് പോയാൽ കഅബ എവിടെയോ ഉണ്ടാകും, നമ്മൾ നിസ്കരിച്ചത് വേറെ എവിടെയോ ആയിരിക്കും. അത് അത്തരത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മസ്ജിദുൽ ഹറാമിന്റെ അഥവാ കഅബ ശരീഫാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അത് എവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും കഅബയുടെ ആ ഡയറക്ഷൻ അതിലേക്ക് തിരിയണം. അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണെങ്കിലും കഅബയുടെ നേരെ മേലെയുള്ള ഹവാ അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. എത്രത്തോളം ആ സ്ഥലത്ത് ഞാൻ പറയുന്നില്ല, അത് ഒരു വരീയമായ മസല കൊണ്ട് പറയുന്നില്ല. കഅബയുടെ ആ പൊസിഷൻ, ആ ഡയറക്ഷൻ, അതിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണം എവിടെയായിരുന്നാലും. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കണം. കിബിലയിലേക്ക് തിരിക്കേണ്ടത് ഏത് ഭാഗമാണ് അതുകൂടി മനസ്സിലാക്കണം. എല്ലാ പള്ളികളും, ലോകത്തുള്ള മുഴുവൻ പള്ളികളും ആ കഅബ ശരീഫിലേക്ക് അഭിമുഖമായി നേരെ അങ്ങോട്ട് സൂത്രം പോവുകയാണെങ്കിൽ കഅബക്ക് തട്ടുന്ന വിധത്തിലാണ്
എല്ലാ പള്ളികളും. അതെങ്ങനെ സാധിക്കോ? അത് സാധിക്കോ? സാധിക്കും. അതിന് കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതിന് സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം പല സ്ഥലങ്ങളിലും ഈ മിസൈലൊക്കെ വിടുന്നില്ലേ? കൃത്യമായിട്ട് ഒരു പോയിന്റ് വെച്ച് ഒരു സ്ഥലം നിർണയിച്ചാൽ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ആ മിസൈൽ കൃത്യമായി അവിടെ പോയി പതിക്കുകയാണ്. അങ്ങനെ വിടുന്നതിനും പതിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല കേട്ടോ. ഉദാഹരണം പറയുന്നതുകൊണ്ട് അതിന്റെ ആളാണെന്നോ അല്ലെങ്കിൽ ജാഹിദാണെന്നോ വരില്ല. അള്ളാഹു തആല എല്ലാ ആളുകൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്തൊരു വിഡ്ഢിത്തമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. നിർമ്മിക്കുന്നതിന് പകരം തകർക്കുക, ഇതാണോ ബുദ്ധി? ലോക ഭീകരവാദിയായ ആളുകൾ കുറെ ഉണ്ട്. അവർ ഭീകരവാദത്തിനെതിരെ എന്നും പറഞ്ഞിട്ട് ചക്കരവാക്ക് പറയുന്ന എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വൈരുദ്ധ്യമാണ്. എത്ര കുഞ്ഞുങ്ങളാണ് കൊന്നൊടുക്കിയത്, എന്നിട്ടും ഈ രക്തദാഹം തീരാത്ത ഇത്രയും ക്രൂരന്മാർ അവരല്ലേ ഈ ലോകത്തിന്റെ ശാപം? നിർമ്മിക്കുകയല്ലേ ചെയ്യേണ്ടത്? തകർക്കുകയാണോ ചെയ്യേണ്ടത്? ബുദ്ധി വേണ്ടേ? ഇരിക്കട്ടെ, ഞാനിത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഉദാഹരണം എന്തെങ്കിലും പറയുമ്പോൾ അത് ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അതിന്റെ ആളാണ് എന്ന് വിചാരിക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞത് കഅബ, പരിശുദ്ധ കഅബ ശരീഫിന് അഭിമുഖമായി നമ്മൾ ഖിബല കുറ്റിയടിക്കുമ്പോൾ അതൊരു സുമാറാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. കൃത്യമായിട്ട് തന്നെ ആ കഅബ ശരീഫിലേക്ക് മുട്ടുന്ന വിധത്തിലായിരിക്കും. അപ്പോ അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കരിച്ചു. ലോകത്ത് ഇന്ന് വരെ കഅബ ശരീഫിലേക്ക് ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ഇനി ഒരാൾക്ക് അങ്ങനെ നിസ്കരിക്കാൻ സാധിച്ചില്ല എന്ന് കൂട്ട, ഉദാഹരണത്തിന്, അതൊക്കെ എപ്പോഴും നമുക്ക് സംഭവിക്കാൻ പറ്റുന്നതാണ്. രോഗിയായ ഒരു റൂമിൽ കിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ കഴിയാത്ത രോഗിയാണ്. എന്തോ സാഹചര്യത്തിൽ നിസ്കാരത്തിന്റെ സമയമായി, ദുഹർ നിസ്കാരത്തിന്റെ സമയമായി, ഉദാഹരണത്തിന് അസറാകാൻ അടുത്തിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ ദുഹർ നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, അപ്പോഴേക്കും അസർ നിസ്കാരത്തിന്റെ സമയമാകും. അങ്ങനെയാകുമ്പോൾ എന്താ മസ്അല? അയാളെ ഖിബിലയിലേക്ക് തിരിച്ചു കടത്താൻ ആരുമില്ല. അല്ലെങ്കിൽ ഒരാളെ ആരോ പിടിച്ച് ഒരു കുറ്റിയോട് അല്ലെങ്കിൽ തൂണിനോട് പിടിച്ച് ബന്ദ് ചെയ്തിരിക്കുന്ന, പരിഞ്ഞ് കെട്ടിക്കളഞ്ഞിരിക്കുന്നു. കിബിഴ ഭാഗത്തല്ല, കിബിലയുടെ ഭാഗത്തേക്ക് തിരിയാൻ അയാൾക്ക് യാതൊരു നിവൃത്തിയുമില്ല. നിസ്കാരത്തിന്റെ സമയമാണെങ്കിലോ പുറപ്പെടാനാവുകയാണ്. ഈ ഫർദ് നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ വന്നാൽ പെടും. അങ്ങനെ വന്നാൽ എന്താണ് ഫിഖ്ഹിന്റെ മസ്അല? അവൻ അങ്ങനെ തന്നെ നിസ്കരിക്കണം. പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടണം. നിസ്കാരം സമയം വിട്ട് പുറത്ത് കൊണ്ടുപോകാനും പാടില്ല. ഹുർമത്തുൽ വഖത്തിന് വേണ്ടി അവൻ ഏത് ഭാഗത്താണോ തിരിഞ്ഞിട്ടുള്ളത് അങ്ങനെ അവൻ നിസ്കരിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു നിസ്കാരം അതിൻ്റെ സമയം വിട്ട് മറ്റൊരു നിസ്കാരത്തിന്റെ സമയത്തേക്ക് പ്രത്യേകം ശറഅ് അനുവദിച്ച ജംആക്കി നിസ്കരിക്കുന്ന, കൂട്ടി നിസ്കരിക്കുന്ന സമയത്ത് അല്ലാതെ അങ്ങനെ പിന്തിക്കുന്നത് കടുത്ത ഹറാമാണ്. മിൻ അക്ബരിൽ കബായിരി, കബീറത്ത് എന്ന് മാത്രമല്ല അക്ബറുൽ കബായിരിൽ പെട്ടതാണ്. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് നിസ്കരിക്കാതെ നമുക്ക് തോന്നിയ സമയത്ത് നിസ്കരിക്കുക എന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ ചെറിയ 18ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാരുണ്ടാകും. അവരെല്ലാം തന്നെ സുബഹിന്റെ സമയത്ത് ഖളാ ആകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് തഹജ്ജുദും നിസ്കരിച്ചിട്ടുണ്ട്, സുബഹിന്റെ മുമ്പുള്ള സുന്നത്തും നിസ്കരിച്ചിട്ടുണ്ട്, സുബഹിയും നിസ്കരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആക്കൂട്ടെ എന്ന് വിചാരിക്കാതെ എല്ലാ മക്കളെയും സുബഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് മസ്അല പറയുന്നതെങ്കിൽ എവിടെയെങ്കിലും പോയി നീ കേരം ബോർഡ് ചൊട്ടിയിട്ട് അശ്രദ്ധമായി നിസ്കാരത്തിന്റെ സമയം കളഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്കോ പ്രകടനത്തിനോ പങ്കെടുത്തിട്ട് നിന്റെ നിസ്കാരം, മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയം പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതാണ്. അല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ട് നീ
അസറിനെ മഗ്രിബിന്റെ സമയത്ത് കൊണ്ടുപോയി നിസ്കരിച്ചാൽ, അല്ല മഗ്രിബിനെ ഇശാഇന്റെ സമയത്ത് കൊണ്ടുപോയി നിസ്കരിച്ചാൽ അത് കബീറത്താണ്, വലിയ കുറ്റമാണ്. അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്തിയിട്ട് വേറൊരുത്തന്റെ ദുനിയാവ് നന്നാക്കാൻ വേണ്ടി നമ്മൾ ആരും തുനിയരുത് കേട്ടോ. ഇനി ഖിബിലക്ക് തിരിയേണ്ടത് എങ്ങനെയാ, എന്തുകൊണ്ടാ? ശ്രദ്ധിക്കണ്ട. ഖിബില നെഞ്ചുകൊണ്ടാണ് ഖിബിലക്ക് തിരിയേണ്ടത്. നിന്ന് നിസ്കരിക്കുന്ന ആളും ഇരുന്ന് നിസ്കരിക്കുന്ന ആളും ഖിബിലക്ക് നെഞ്ചുകൊണ്ടാണ് തിരിയേണ്ടത്. കടന്നു നിസ്കരിക്കുന്ന ആളും അങ്ങനെ തന്നെ. പിന്നെ നടന്നു കടന്ന് നിസ്കരിക്കുന്ന ആള് എന്ത് ചെയ്യണം? കിഴക്ക് ഭാഗത്തേക്ക് തല വെച്ചിട്ട് നമ്മൾ ആ മുഖം ഇങ്ങോട്ട് അല്പം പൊന്തിച്ച് ഖിബിലയിലേക്ക്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നിസ്കാരത്തില് തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. എന്തെങ്കിലും കാരണവശാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നാൽ അവിടെയും പഠിക്കണം. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കണമെങ്കിലും എന്ത് ചെയ്യണോ? ഇൽമു വേണോ എന്ന് ഞാൻ പറഞ്ഞു. അറിഞ്ഞുകൂടെങ്കിൽ നിസ്കാരം ബാത്തിലായി പോവും. അങ്ങനെ ഖിബിലക്ക് നിസ്കരിക്കുമ്പോ നെഞ്ചങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അതേ സമയത്ത് നെഞ്ച് നേരെ ഖിബിലക്ക് അല്പവും തെറ്റാതെ അതേ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയാലോ, കഴുത്ത് മാത്രം തിരിച്ചു നോക്കിയാലോ ആവശ്യമില്ലെങ്കിൽ കറാഹത്താ വരിക, നിസ്കാരം ബാത്തിലാവില്ല. അപ്പൊ ഖിബിലക്ക് തിരിയേണ്ടത് നെഞ്ചാണ്. നെഞ്ച് ഇവരിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ കഴിവുള്ള ആള് ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ്, നിസ്കാരത്തിന്റെ ഷർത്താണ്. ഹലാലായ യാത്രയില് നമുക്ക് എന്ത് ചെയ്യാം? അത് ജമ്മും കസറും പോലെ ദീർഘയാത്രയായിക്കൊള്ളണമെന്നില്ല. ചുരുങ്ങിയ യാത്രയാണെങ്കിലും സുന്നത്ത് നിസ്കാരം നമുക്ക് വണ്ടിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും. അത് ഖിബില ഷർത്തില്ല. ഖിബിലക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഖിബിലക്കല്ലാതെ നിസ്കരിക്കാം. പക്ഷേ പോകുന്ന വാഹനം നമ്മുടെ റൂട്ട് അല്ലാതെ വേറെ എവിടെയെങ്കിലും തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഖിബിലയിലേക്ക് ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം സഹീഹാവുകയില്ല. അനുവദനീയമായ യാത്ര അത് ചുരുങ്ങിയ യാത്രയായാലും ജമ്മും കസറും ആക്കാനുള്ള ദൂരം വേണമെന്നില്ല. അങ്ങനത്തെ യാത്രയിൽ സുന്നത്ത് നിസ്കാരം യാത്രയിൽ ഖിബില തിരിയാതെ നിസ്കരിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഖിബില ശരിക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ വേറൊരാളെ പറയുന്നത് കേട്ട് അനുസരിച്ച് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അതുപോലെ വലിജിത്തിഹാദു, അതിൻ്റെ ചില ലക്ഷണങ്ങൾ നോക്കിയിട്ട് അടയാളങ്ങളും അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. അതിപ്പം പറയല്ല. സൂര്യനെ നോക്കിയിട്ടും അതുപോലെ ചില നക്ഷത്രങ്ങൾ നോക്കിയിട്ടും അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കി ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്തിട്ട് നിസ്കരിക്കാൻ പാടില്ല. പറഞ്ഞ ശരിക്കും മനസ്സിലാക്കണം. ഖിബില ശരിക്കും അവനവന് അറിയാനും മനസ്സിലാക്കാനും ഉറപ്പിക്കാനും പറ്റുന്ന സാഹചര്യത്തിൽ വമൻ അംകനഹു ഇൽമുൽ ഖിബ്ലതി ഹറമ അലൈഹി തഖ്ലീദു വൽ ഇജ്തിഹാദു വഇല്ല, ഒരുത്തനിക്ക് അങ്ങനെ സ്വന്തം ഖിബില എവിടെയാണ് എങ്ങോട്ടാണെന്ന് ഉറപ്പിച്ച് അറിയാൻ കഴിയുന്നില്ല എങ്കിൽ അഖദ ബിഖൗലി തിഖത്തിൻ യുഖ്ബിറു അൻ ഇൽമിൻ, ശരിക്ക് അറിഞ്ഞിട്ട് പറയുന്ന വിശ്വസ്തനായ ഒരാളെ എന്ത് ചെയ്യാ? അവനക്ക് പിന്തുടരാം. അവൻ പറഞ്ഞതനുസരിച്ച് കൊണ്ട് അവൻ പറയുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം. അങ്ങനെ ഒരാളും ഇല്ല. ഒരു വിശ്വസ്തനായ ഒരാള് അറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരാളില്ലെങ്കിലോ അംകനൽ ഇജ്തിഹാദു, അവനിക്ക് ഖിബിലയുടെ ചില തെളിവുകളൊക്കെ അറിയാം, അതില്ലത്തുകളൊക്കെ അറിയാം. അങ്ങനെ അവനിക്ക് ഗവേഷണം ചെയ്ത് ഖിബില ഇന്ന ഭാഗത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഹറുമ തഖ്ലീദു, വേറെ ഒരാളെ അനുകരിക്കാൻ പാടില്ല, തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ഇനി ഇവനിക്ക് ഒന്നും തിരിയാതായാലോ, അപ്പോൾ അവൻ ഈ അറിയാത്ത ആളെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ അങ്ങോട്ട് നിസ്കരിക്കുക, ഹുർമത്തുൽ വഖ്തിന് വേണ്ടി.
എന്നിട്ട് അവൻ പിന്നീട് നിസ്കാരം ഖളാ വിട്ടണം. വയജിബു തജ്ദീദുൽ ഇജ്തിഹാദി ലികുല്ലി സ്വലാത്തിൻ തഹ്ളുറു. ളുഹർ നിസ്കരിച്ചു, അന്നേരം അവൻ ഇജ്തിഹാദ് ചെയ്ത് ഖിബല ഇന്ന ഭാഗത്താണെന്ന് അവനിക്ക് അതിലൂടെ ലന്നുണ്ടായി, ഭാവന ഉണ്ടായി. അങ്ങനെ അവൻ നിസ്കരിച്ചു. അസറിന്റെ സമയത്ത് വീണ്ടും അവൻ എന്ത് ചെയ്യണം? ഖിബലയെ കുറിച്ച് ഗവേഷണം നടത്തണം. അങ്ങനെ ഗവേഷണം നടത്തിയിട്ട് അതെ വയജിബു തജ്ദീദുൽ ഇജ്തിഹാദി ലികുല്ലി സ്വലാത്തിൻ തഹ്ളുറു അല സ്വഹീഹായ അഭിപ്രായ പ്രകാരം അങ്ങനെ അവന്റെ ഇജ്തിഹാദ് പിന്നീട് വേറൊരു ഭാഗത്തേക്കാണ് അവനിക്ക് ബോധ്യപ്പെട്ടതെങ്കിൽ ആ ഭാഗത്തേക്ക് നിസ്കരിക്കാം, മറ്റേ ഒന്നും ചെയ്യേണ്ടതില്ല. 4 നിസ്കാരം ഇതുപോലെ ഇജ്തിഹാദ് ചെയ്തിട്ടാണ്. ഗവേഷണം ചെയ്യാല് അതിന്റെ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. ഗവേഷണം ചെയ്ത് ഇന്ന ഭാഗത്താണെന്ന് തിരിഞ്ഞ് ബോധ്യപ്പെട്ട് അല്ലെ ലന്നുണ്ടായി അങ്ങനെ നിസ്കരിച്ചു. പിന്നീട് അത് മാറി വേറൊരുത്തേക്ക് നിസ്കരിച്ചു. ഇങ്ങനെ 4 നിസ്കാരം 4 ഭാഗത്തേക്ക് നിസ്കരിച്ചാലും പ്രശ്നമില്ല. വമൻ അജദ അനിൽ ഇജ്തിഹാദി വതഅല്ലുമിൽ അദില്ലതി, ഇജ്തിഹാദ് ചെയ്യാനും ഈ അതിന്റെ ലക്ഷ്യങ്ങൾ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല എങ്കിൽ അവന് ഒരു കണ്ണ് കാണാത്ത ഒരാളാണ് എന്ന് വെക്കുക. എന്നാ ഖല്ലദ സിഖതൻ ആരിഫൻ, അറിയുന്ന വിശ്വസ്തനായ ഒരാളെ അവൻ അനുകരിക്കണം. അവൻ പറയുന്നത് പോലെ കേട്ട് ആ ഭാഗത്തേക്ക് നിസ്കരിക്കണം. വഇൻ ഖദറ വൽ അസഹു വുജൂബു തഅല്ലുമി, അതേ ഖിബ്ലയുടെ ദലീലുകൾ, അതിന്റെ തെളിവുകൾ, ഇന്ന ഭാഗത്താണ് ഖിബ്ലയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ദലീലുകൾ പഠിക്കാൻ സാധിക്കുമെങ്കിൽ അസഹായ അഭിപ്രായം അവനത് പഠിക്കൽ നിർബന്ധമാണ് എന്നാണ്. വയഹ്റുമു തഖ്ലീദു, അപ്പോ അവന് തഖ്ലീദ് ഹറാമാണ്. അതാ വമൻ സല്ലാ ബിൽ ഇജ്തിഹാദി ഫതയഖനൽ ഖതഅ ഖളാ, ഒരാളെ ഇങ്ങോട്ട് ഇജ്തിഹാദ് അനുസരിച്ചുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് ഒരു ഭാഗം അവൻ ഭാവിച്ച് ലന്ന് ചെയ്ത് ആ ഭാഗത്തേക്ക് നിസ്കരിച്ചു. പിന്നീട് അത് പിഴവാണെന്ന് ഉറപ്പായി. ശരിക്കും മനസ്സിലാക്കണേ, നേരത്തെ അങ്ങനെയല്ല. ഓൻ വേറെ ഇജ്തിഹാദായിട്ട് ലന്യൻ, നേരത്തെ തന്നെയാണ്, ഇതും തന്നെയാണ്. ഇത് ഒരു ഭാഗത്തേക്ക് നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ എനിക്ക് ഉറപ്പായി അത് പിഴവാണ്, ആ ഭാഗത്തേക്കല്ല നിസ്കരിക്കേണ്ടത്, ഖിബലല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവൻ ആ നിസ്കാരം ഖളാ വിട്ടേണ്ടതാണ്. അങ്ങനെയാണ് പ്രബലമായ അഭിപ്രായം. ഫലവു തയഖന ഫീഹാ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തയഖനഹു ഫീഹാ, ഓൻ ഗവേഷണം ചെയ്തുകൊണ്ട് ഒരു ഭാഗം കണക്കാക്കി തിരിഞ്ഞു നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഖതആണ് എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ വജബത്തിനാഹ, ഉടനെ അവൻ കൈയളക്കിയിട്ട് എന്ത് ചെയ്യണം? അവൻ നിസ്കാരം മുറിച്ച് പുനരാരംഭിക്കേണ്ടതാണ് നിസ്കാരം. വഇൻ തഗയ്യറ ഇജ്തിഹാദുഹു അമില ബിത്താനി വലാ ഖളാഅ, രണ്ടാമത്തെ ഇജ്തിഹാദിൽ അവന്റെ ഗവേഷണത്തിൽ കണ്ടെത്തൽ മാറിയാൽ വലാ ഖളാഅ, അവനക്ക് ഖളാ വീട്ടേണ്ടതൊന്നുമില്ല. ഹത്താ ലൗ സല്ലാ അർബഅ റകഅത്തിൻ ലിഅർബഇ ജിഹാദിൻ, ഓരോ റകഅത്തിനും അവനക്ക് ഗവേഷണം മാറി. അങ്ങനെ 4 റകഅത്ത് ഒരു 4 ഭാഗത്തേക്കാക്കി നിസ്കരിച്ചാലും വലാ ഖളാഅ. ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ രേഖപ്പെടുത്തുന്നു. പ്രസിദ്ധമായ പ്രബലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണത്. അവ ഖിബലയെ സംബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് കുറച്ച് മസ്അലകൾ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമായ ഇൽമുകൾ അറിയാനും അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യാനും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച തൗഫീഖ് ഉണ്ടെങ്കിൽ പറയാം. ത്തിന്റെ പല ഭാഗങ്ങളിലും പത്തനംതിട്ട അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ദുരന്തം ഈ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. അതിൽ മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ആര് മരിച്ചുപോയാലും മരണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. ആ കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു തആല സമാധാനം നൽകട്ടെ. ഇനി അങ്ങോട്ട് ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല കാക്കട്ടെ. നമ്മുടെ നാട്ടിലും അല്ലാഹു തആല അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ അല്ലാഹു സലാമത്ത് നൽകട്ടെ. എത്ര ആളാണ് പെട്ടെന്ന് മരിച്ചുപോയി. താനക്കൂട്ടിലെ ഇവിടെ നേരത്തെ പഠിച്ച നിസാർ ഫാദിലി, 2 നിസാർ ഫാദിലുണ്ട്. ഇതൊരു ഖത്തറിൽ പോകുന്ന ഒരു നിസാറുണ്ട്. ആ നിസാർ ഫാദിലിയുടെ പെങ്ങളെ കുട്ടികളുമാണ് ഇന്നലെ അപകടത്തിൽ
വളയത്തുനിന്നാണ് തോന്നുന്നു. കുട്ടി മരിച്ചുപോയി, 2 വയസ്സുള്ള കുട്ടി മരിച്ചു. ആ ഉമ്മ വളരെ പരിക്കുകൾ പറ്റി ഹോസ്പിറ്റലിലാണ്. അർഹമർ റഹീമീനായ റബ്ബേ, ആ കുട്ടിയെ മാതാപിതാക്കളെ സ്വർഗത്തിലെത്തിക്കുന്ന, സ്വർഗത്തിലെ വിൽദാറിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടിയെ പെടുത്തണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ മനസ്സിന് സമാധാനവും സ്ഥൈര്യവും അതുപോലെ ക്ഷമയും മനക്കരുത്തും നൽകണം റഹ്മാൻ. അള്ളാഹുവെ, പരിക്ക് പറ്റി കിടക്കുന്ന ആ സഹോദരിക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകണേ അല്ലാ. പല ആളുകളും പല സംഗതിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇതൊരു ഇൽമിൻ്റെ വേദിയാണ്. ഞങ്ങൾക്ക് പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ഈ സദസ്സുകളെ കുറിച്ചൊക്കെ പറയാൻ നീ അവസരം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഈ ഇൽമിനോടുള്ള ആദരവ് കൊണ്ടും അതിനോടുള്ള വലിയ മതിപ്പ് കൊണ്ടും ഒരുപാട് ആളുകൾ ഈ മഴയത്തും ദൂരെ നിന്നൊക്കെ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ളവരും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങൾ അവരെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ട് വന്നവരാണ്. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, പൂർണ്ണമായ ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ഈ യാത്ര, ഈ പള്ളിയിലേക്ക് ഇൽമ കേൾക്കാൻ വേണ്ടി വന്ന ഓരോ കാലടിയിലും അവർക്ക് നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, ആരോഗ്യമേറ്റി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇതുപോലുള്ള സദസ്സുകൾ നിലനിർത്തി കൊണ്ടുപോകാനും ദീനിൻ്റെ ഇൽമുകൾ ധാരാളം പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നീ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്തത് മാത്രമല്ലേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ എല്ലാ അമലുകളും ഈ അമലും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ നിസ്കാരങ്ങളും മറ്റ് എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. നിസ്കാരങ്ങളിൽ നല്ല ഖുശൂഅ് നൽകണേ അല്ലാ. വവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞ നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ മുഖീമുസ് സ്വലാത്താക്കണേ അല്ലാ. നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം ദുആ ചെയ്തു, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ. ഞങ്ങളെ എല്ലാവരെയും ഇഖാമത്തുസ് സ്വലാത്തുള്ളവരാക്കണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ഞങ്ങളെ പേരക്കുട്ടികളെയും സർവസന്താന പരമ്പരകളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഇഖാമത്തുസ് സ്വലാത്തുള്ളവരാക്കണം റഹ്മാനെ. നീ നിശ്ചയിച്ച സമയത്ത് ഭയത്തോടുകൂടി ആ സമയം തെറ്റിപ്പോകരുത് എന്നുള്ള നിർബന്ധത്തോടുകൂടി നിസ്കരിക്കുന്നവരാക്കണം റഹ്മാനെ. നിസ്കാരത്തിന്റെ സമയത്ത് കണിശത പുലർത്തുന്നതാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് നിന്റെ കലാമല്ലേ, നീ പറഞ്ഞതല്ലേ. എല്ലാ നീചകൃത്യങ്ങളിൽ നിന്നും ശർഅ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും നിസ്കാരം തടയുമെന്ന്. ഞങ്ങളുടെ നിസ്കാരം വേണ്ടതുപോലെ കൃത്യമാകാത്തത് കൊണ്ടാകാം ഞങ്ങൾ തെറ്റിലേക്ക് വഴുതി പോകുന്നത്. ഞങ്ങളുടെ നിസ്കാരം നീ പൊരുത്തപ്പെട്ട നിസ്കാരമാക്കണം റഹ്മാനെ. അതുവഴി ഞങ്ങളെ തെറ്റിൽ നിന്ന് നീ തടയണേ അല്ലാ. ഫഹ്ശാ മുൻകറിൽ നിന്ന് തടയുമെന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരങ്ങൾ നീ ആക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണ് ഞങ്ങൾ, സംഭവിക്കാനിടയുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാരുണ്യം കൊണ്ട് മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളാരും ധിക്കരിച്ചതല്ല, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയതാണ്. ആരിൽ നിന്ന് എന്ത് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും പുറത്ത് മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വാശിയും വൈരാഗ്യവും എല്ലാം കൈവെടിഞ്ഞ്
നിന്റെ പൊരുത്തവും നിന്റെ ഹബീബായ തങ്ങളുടെ പൊരുത്തവും കാംക്ഷിച്ച് ആരുമായെങ്കിലും ആരോഗ്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുമായി നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ദമ്പതികൾ തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടോ, നീ അവർക്കിടയിൽ രഞ്ജിപ്പും സുൽഹും നൽകണം റഹ്മാനെ. എല്ലാ കുടുംബങ്ങളിലും നീ സമാധാനം നിലനിർത്തണേ അല്ലാ. ആര് അതിന് എതിര് ചെയ്യുന്നുണ്ടോ അവർക്ക് നീ നല്ല മനസ്സ് കൊടുത്ത് പരസ്പരം യോഗ്യത്തോടെ ജീവിക്കാൻ, സ്നേഹത്തോടെ ജീവിക്കാൻ നീ അവസരം നൽകണം റഹ്മാനെ. എല്ലാ പൈശാചിക ബുദ്ധിമുട്ടുകളും നീ നീക്കണേ അല്ലാ. വസ്വാസുകൾ നീക്കണേ അല്ലാ. വസ്വാസുള്ളവരുടെ ആ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. ഈ പൂർണ്ണമായി അവിടെ വസ്വാസ് നീക്കി കൊടുക്കണേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ, എന്ത് രോഗം ഞങ്ങൾക്കുണ്ടോ, ലാഹിരിയോ ബാത്തിനിയോ, നിനക്ക് അറിയാം. എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളെ രോഗികളാക്കരുത് റഹ്മാനെ. എത്രയോ ആളുകൾ പനിച്ചു കിടക്കുന്നു വീടുകളിലും ഹോസ്പിറ്റലുകളിലും. അതുപോലെ മറ്റ് പല രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, പന്തളം കണ്ടി ഹജ്ജുമ്മ ചെറിയ ക്ഷീണമുണ്ട്, പനിയുണ്ട്. പൂർണ്ണമായി നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലോ ശിഷ്യന്മാരിലോ ബന്ധപ്പെട്ടവരിലോ ആർക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫയാക്കണം റഹ്മാനെ. എന്ത് രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എടുത്തു മാറ്റണം റഹ്മാനെ. ഭാര്യയുടെ ക്യാൻസറിന്റെ വിഷയം പറഞ്ഞ് എനിക്കറിയാവുന്ന ഉമ്മയാണ്. അള്ളാഹുവെ, പ്രത്യേകം അവരുടെ ഭർത്താവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിലേക്ക് നീ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. കടങ്ങളും കടപ്പാടുകളും വീട്ടിത്തരണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് അല്ലാ, വീട് നിർമ്മിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വളരെ നിർബന്ധമായ ഒരു പുരയുടെ കാര്യമുണ്ട് റബ്ബേ. നിനക്ക് അറിയാം. അവരിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുകയാണ്. നിന്റെ ഖജനാവിൽ ധാരാളം ഉണ്ടല്ലോ അല്ലാ. ആ പാവപ്പെട്ട ഉമ്മാക്കും കുടുംബത്തിനും പെട്ടെന്നൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന്റെ പണി എത്രയും പെട്ടെന്ന് തീർത്ത് ആ വാടക വീട്ടിൽ നിന്ന് ആ അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് നീ അവരെ തിരിച്ചെത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. ഷർറുകൾ മുഴുവനും തടുക്കണേ അല്ലാ. ഞങ്ങളെ വിട്ട് പിരിഞ്ഞ് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, മറ്റ് കുടുംബങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, മറ്റ് ഈ അപകടത്തിൽ മരിച്ചു പോയവർ എല്ലാവരുടെയും ഖബറുകളിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എത്രയോ സ്നേഹജനങ്ങൾ ഞങ്ങളുടെ മുന്നിലൊക്കെ എപ്പോഴും കാണാറുള്ള, സദസ്സിലുണ്ടാകാറുള്ള പലരും അള്ളാഹുവെ, പെട്ടെന്ന് തലീക്കർ അബ്ദുള്ള മുസ്ലിയാർ, KC അഹമ്മദ്, അങ്ങനെ പലരും, കുഞ്ഞബ്ദുള്ള, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഞങ്ങളുമായി ബന്ധമുള്ളവർ വിട പറഞ്ഞു പോയി. അവരുടെ എല്ലാം ഖബറുകളിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തുള്ളവരാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളോട് കൂടെ ചേർക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ